Hey guys and welcome back to AutoMonk. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെൽമെറ്റിൻ്റെ അൺബോക്സിങ് റിവ്യൂ ആണ്. MTയുടെ തണ്ടർ 3 എന്ന് പറയുന്ന ഒരു മോഡലിൻ്റെ റിവ്യൂവും അൺബോക്സിങ്ങും ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ സ്പാർട്ടൻ പ്രോ ഗിയറിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ബോക്സ് എല്ലാം മാറ്റിയപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽമെറ്റ്. ഇതിനൊരു ക്യാരി കേസ് അല്ലെങ്കിൽ ഒരു ബാഗ് ഇതിന് വരുന്നുണ്ട്. സ്ക്രാച്ചൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ബാഗ് വരുന്നത്. നമുക്കിത് ബാഗും തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ് MTയുടെ തണ്ടർ 3 എന്ന് പറയുന്ന ഒരു ഹെൽമെറ്റ്. തണ്ടർ 3 എഫക്റ്റ് എന്ന് പറയുന്ന ഒരു എഡിഷനാണ്. ഇതിൻ്റെ പെയിൻറ്റ് സ്കീമിനെ പറ്റിയിട്ടാണ് അത് പറയുന്നത്. ഇതൊരു മാറ്റ് ഗ്രേ ഫിനിഷിൽ വരുന്ന ഹെൽമെറ്റാണ്. അത്യാവശ്യം വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ളൊരു ഗ്രാഫിക്സാണ് ഇതിന് കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് ഡോട്ട് ആൻഡ് EC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹെൽമെറ്റാണ്. ഡോട്ട് എന്ന് പറയുന്നത് US സ്റ്റാൻഡേർഡ്സും EC എന്ന് പറയുന്നത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സുമാണ്. പിന്നെ ഇതിൽ ഡീലോക്ക് ഡബിൾ ഡി റിംഗ് ആണ് ഇതിൽ വരുന്നത്. സാധാരണ ഹെൽമെറ്റിലെ പോലെ ക്വിക്ക് റിലീസ് ആയിട്ടുള്ള സ്ട്രാപ്പ് ഇതിൽ വരുന്നില്ല. ഇത് കുറച്ചുകൂടെ സേഫർ മോഡ് ഓഫ് ഫാസ്റ്റനിങ് ഹെൽമെറ്റാണ് ഈ ഡീലോക്കിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ഇമ്പാക്റ്റിൽ ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമാണ് ഈ ഡീലോക്കിംഗ് എന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ട് പിന്നീട് പറയുന്നതാണ്. ഇത് കൂടുതലായിട്ട് ട്രാക്ക് യൂസിനായിട്ടുള്ള ഹെൽമെറ്റ്സിൽ കണ്ടുവരുന്ന ഒരു മെക്കാനിസമാണ് ഈ ഡീലോക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ വൈസർ എന്ന് പറയുന്നത് ഒരു പിൻലോക്ക് റെഡി ആയിട്ടുള്ള ഒരു വൈസറാണ്. അതായത് നമുക്കിതിൻ്റെ അകത്ത് ആൻറ്റി ഫോഗ് ഇൻസേർട്സ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊവിഷന് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ പിൻലോക്ക് റെഡി വൈസർ കൊടുത്തതോടെ. പിന്നെ ഇത് ഷാർപ്പ് 4 സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ള ഹെൽമെറ്റാണ്. ഇതിൻ്റെ ഡിസൈനെ പറ്റിയിട്ട് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിലും മേളിലുമായിട്ട് 2 എയർ വെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഹോട്ട് കണ്ടീഷൻസിലും റൈഡറിന് കംഫർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 എയർ വെൻറ്റ്സും കൊടുത്തേക്കുന്നത്. അതുപോലെ ബാക്കിലൊരു എക്സോസ് വെൻറ്റും കൊടുത്തിട്ടുണ്ട് ഈ അകത്ത് കയറി എയർ ഇതുവഴി പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ പാഡിങ് ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ലൊരു പാഡിങ് ക്വാളിറ്റിയാണ്. ലേസർ കട്ട് ഫോമാണ് ഇതിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കംഫർട്ടൊക്കെ നമുക്ക് വെച്ച് നോക്കിയിട്ട് സംസാരിക്കാം. അത് തന്നെ ഇതിനകത്ത് കുറച്ച് വാറണ്ടിയും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പേപ്പർ വർക്ക്സ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് മാറ്റിയിട്ട് ഹെൽമെറ്റ് വെച്ച് നോക്കാം. വെച്ച് നോക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ഡീലോക്ക് എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേറൊന്നുമില്ല, ഇത് എളുപ്പമായിട്ടുള്ളൊരിതാണ്. 2 റിങ്സ് നമ്മൾ ആദ്യം ഒരു കൈ കൊണ്ട് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഈ സ്ട്രാപ്പ് 2ൻ്റെ അകത്തൂടെ കയറ്റുക. ഈ റെഡ് വൺ നമ്മൾ പ്രത്യേകം ഹോൾഡ് ചെയ്യുക. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ എടുക്കുക. ഇത്രയും ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോക്കായെന്നാണ് അർത്ഥം. ഇത് പിന്നെ അകത്ത് നമ്മൾ ഒരിക്കലും പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് വരുന്നതല്ല. പിന്നെ ഈ സ്ട്രാപ്പ് നമ്മുടെ ഇവിടെ ബട്ടണിൽ ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഇത് ലോക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ റിമൂവ് ചെയ്യാനായിട്ട് വേറൊന്നുമില്ല. ഇത് അൺലോക്ക് ചെയ്യുക, ഈ റെഡ് വൺ നമ്മൾ ഹോൾഡ് ചെയ്യുക, ഇത് ഇങ്ങനെ പുഷ് ചെയ്യുക, എന്നിട്ട് പിന്നെ ഈ സ്ട്രാപ്പ് ഇതിൻ്റെ ഇടയിൽ കൂടെ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഡീലോക്ക് ഇടുന്നതും അൺലോക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കംഫർട്ടിനെ പറ്റിയിട്ട് നോക്കാം. അപ്പോൾ ഇത് വെക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളും എല്ലാം പീൽ ചെയ്ത് കളയാം. ഇതൊരു ഡ്യുവൽ വൈസറുള്ള ഹെൽമെറ്റാണ്. അതായത് സൺലൈറ്റ് കൂടുതലുള്ള സമയത്ത് നമുക്ക് അകത്തെ വൈസർ ഇട്ടിട്ട് ഓടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കർ നമുക്ക് പീൽ ചെയ്യാം. ഇല്ലല്ലേ, അപ്പോൾ വെച്ച് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ പാഡിങ്ങിൻ്റെ കംഫർട്ടും കാര്യങ്ങളും എല്ലാം നോക്കാം. ഇത് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെൽമെറ്റാണ്. അകത്ത് നല്ല ചീക്ക് സപ്പോർട്ടൊക്കെ തരുന്ന ഒരു പാഡിങ്സാണ് അകത്ത് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ ചിൻ കർട്ടൻസും ഇവിടെ ഒരു ചിൻ കർട്ടൻസും പ്രൊവൈഡ് ചെയ്തേക്കുന്നതുകൊണ്ട് ഓൺ ദ ഗോ എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസോ ഫ്ലൈസോ ഒന്നും ഹെൽമെറ്റിനകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഇതൊരു ഡുവൽ വൈസർ വരുന്ന ഹെൽമെറ്റാണ്. അതിൻ്റെ ഇൻറ്റേർണൽ വൈസറിൻ്റെ കൺട്രോള് പുറത്ത് തന്നെ വരുന്നുണ്ട്. നമുക്ക് ഓൾറെഡി ക്ലിയർ വൈസർ കിടക്കുമ്പോൾ തന്നെ നമുക്ക് പുറത്ത് നിന്ന് ഇൻറ്റേർണൽ വൈസർ ഇടാനും മേളിലേക്ക് പൊക്കാനും സാധിക്കുന്നുണ്ട്. അതൊരു നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പിന്നെ ഈ ക്ലിയർ വൈസർ അത്യാവശ്യം ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള വൈസർ തന്നെയാണ്. നമുക്ക് റോഡിൻ്റെ 2 സൈഡും കാണത്തക്ക രീതിയിലുള്ള ഒരു ഫീൽഡ് ഓഫ് വ്യൂ തന്നെ ഈ ഹെൽമെറ്റ് തരുന്നുണ്ട്. അകത്തൊരു സ്പീക്കർ പോക്കറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഇൻ്റർകോം ഡിവൈസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സ്പീക്കേഴ്സ് അകത്ത് 2 പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസും ഇതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹെൽമെറ്റിൻ്റെ വൈസർ എന്ന് പറയുന്നത് ഇതിപ്പോൾ ക്വിക്ക് റിലീസ് മെക്കാനിസം കൊടുത്തിട്ടുള്ള വൈസറാണ്. അപ്പോൾ ഇതൊന്ന് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഊരിയിട്ട് വൈസർ മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ പിൻലോക്ക് റെഡി ആയിട്ടുള്ള വൈസറാണ്.
പിന്നെ ഇവിടെ ഇതിൻ്റെ നോസ് ഡിഫ്ലക്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പാഡിങ് ക്വാളിറ്റിയൊക്കെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു പാഡിങ് ക്വാളിറ്റിയാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ലേസർ കട്ട് ഫോമാണ്, അതുപോലെ തന്നെ ആൻറ്റി അലർജിക് ആയിട്ടുള്ള ഫാബ്രിക്സാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ലോണം കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ പാഡിങ്സ് എല്ലാം കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചിൻ കർട്ടൻസ് എന്ന് പറയുന്നത്. ഈ ഹെൽമെറ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1550 grams ആണ്. അത്യാവശ്യം ഈ സെഗ്മെൻറ്റിലെ ഹെൽമെറ്റ്സ് നോക്കുവാണെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് തന്നെയാണ് ഇത്. ഈ ഹെൽമെറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 6250 ആണ്. ഇത് സ്പാർട്ടൻ പ്രോ ഗിയറിൽ നിന്നാണ് മേടിച്ചത്. ഇത് അവരുടെ സ്പാർട്ടൻ പ്രോ ഗിയറാണ് ഇന്ത്യയിലെ ഓൺലൈൻ ഓത്തറൈസ്ഡ് റീസെല്ലേഴ്സ് ഓഫ് MT ഹെൽമെറ്റ് എന്ന് പറയുന്നത്. ഈ 6250 നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ ഡീലോക്കും ലേസർ കട്ട് പാഡിങ്സും ഡ്യുവൽ വൈസറും പിൻലോക്ക് റെഡി ആയിട്ടുള്ള വൈസറും എല്ലാം വരുന്നതുകൊണ്ട് തന്നെ 6250 നല്ല വേർത്തായിട്ടുള്ള ഒരു ഹെൽമെറ്റ് തന്നെയാണ് ഇത് ബാക്കി ഹെൽമെറ്റ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ആവുകയാണ്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനും ഓട്ടോമൊബൈൽ റിവ്യൂസിനും വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.